Next topic is power spectral density, that is PSD. The power spectral density PSD of a WSS process X of t. X of t എന്ന് പറയുന്ന WSS പ്രോസസ്സിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി അഥവാ PSD എന്ന് പറഞ്ഞാൽ is defined as the Fourier transform of the autocorrelation function Rx tau. Rx tau എന്ന് പറയുന്ന autocorrelation ഫംഗ്ഷന്റെ Fourier transform ആണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി PSD ഓഫ് എ WSS പ്രോസസ് X of t എന്ന് പറയുന്നത്. അതായത് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ Sx ഒമേഗ. Sx ഒമേഗയാണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി, Rx tau ആണ് ആട്ടോ കോറിലേഷൻ. അപ്പൊ ആട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി Sx ഒമേഗ. ദാറ്റ് ഈസ് Sx ഒമേഗ ഈക്വൽ ടു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് Rx tau. ഇതിന്റെ ഫോർമുലയാണ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി Rx tau e റൈസ്ഡ് മൈനസ് I ഒമേഗ tau d tau. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ തിരിച്ച് PSD ആണ് അറിയാവുന്നത്. ഇഫ് Sx ഒമേഗ ഈസ് ഗിവൺ, ഇവിടെ നിങ്ങൾ ആട്ടോ കോറിലേഷൻ കണ്ടുപിടിക്കും. ദെൻ ആട്ടോ കോറിലേഷൻ ക്യാൻ ബി റിക്കവേർഡ് ബൈ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം. Sx ഒമേഗ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ആട്ടോ കോറിലേഷൻ Rx tau. Rx tau ഈക്വൽ ടു F ഇൻവേഴ്സ് ഓഫ് Sx ഒമേഗ. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ആട്ടോ കോറിലേഷൻ. ആട്ടോ കോറിലേഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. ആട്ടോ കോറിലേഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ആട്ടോ കോറിലേഷൻ. ഇതിന്റെ ഫോർമുലയാണ് Rx tau ഈക്വൽ ടു F ഇൻവേഴ്സ് ഓഫ് Sx ഒമേഗ ഈക്വൽ ടു 1/2 പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി Sx ഒമേഗ e റൈസ്ഡ് ടു I ഒമേഗ tau d ഒമേഗ. PSD of a real process is non-negative. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആൾവേസ് പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, നെഗറ്റീവ് വരില്ല. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി Sx ഒമേഗ ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അടുത്ത ടോപ്പിക്കാണ് കമ്പ്യൂട്ടിംഗ് പവർ ഫ്രം PSD. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി അറിയാം, അതായത് PSD അറിയാം. ഇവിടുന്ന് പവർ എങ്ങനെ കണ്ടുപിടിക്കും? ദി എക്സ്പെക്ടഡ് പവർ Px ഓഫ് എ WSS പ്രോസസ് X of t ക്യാൻ ബി കമ്പ്യൂട്ടഡ് ആസ് Px ഈക്വൽ ടു X of t എന്ന് പറയുന്ന റാൻഡം പ്രോസസിന്റെ എക്സ്പെക്ടഡ് പവർ Px എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x സ്ക്വയർ t ആണ്, അതായത് Rx of 0 ആണ്. എക്സ്പെക്ടഡ് പവർ Px ഓഫ് എ WSS പ്രോസസ് X of t എന്ന് പറയുന്നത് Px എക്സ്പെക്ടേഷൻ ഓഫ് x സ്ക്വയർ t, Rx 0 ആണ്. അതായത് Px എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് x സ്ക്വയർ t Rx 0. എന്താണ് Sx ഒമേഗ ഉണ്ടെങ്കിൽ Rx tau കണ്ടുപിടിക്കാനുള്ള ഫോർമുല? Xx ഒമേഗ അറിയാം, അങ്ങനെയാണെങ്കിൽ Rx tau കാണാനുള്ള ഫോർമുലയാണ് 1/2 പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി Sx ഒമേഗ e റൈസ് ടു I ഒമേഗ tau d ഒമേഗ. ഇവിടെ ടോയുടെ സ്ഥാനത്ത് 0 ആണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം? ടോയ്ക്ക് 0 കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും? 1/2 പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി Sx ഒമേഗ d ഒമേഗ എന്നല്ലേ, അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പെക്ടഡ് പവർ Px ഓഫ് എ WSS പ്രോസസ് X of t. X of t എന്ന് പറയുന്ന ഒരു WSS പ്രോസസിന്റെ എക്സ്പെക്ടഡ് പവർ Px കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് Rx 0, അതായത് 1/2 പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി Sx ഒമേഗ d ഒമേഗ. നെക്സ്റ്റ് അബൌട്ട് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഓഫ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ആണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ദി PSD ആൻഡ് ആട്ടോ കോറിലേഷൻ ഫംഗ്ഷൻസ് ആർ ഫൊറിയർ ട്രാൻസ്ഫോം പെയേഴ്സ്. PSDയും ആട്ടോ കോറിലേഷൻ ഫംഗ്ഷനും ഫൊറിയർ ട്രാൻസ്ഫോം പെയേഴ്സ് ആണ്. അതായത് Rx tauയുടെ ആട്ടോ കോറിലേഷൻ ആണ് Sx ഒമേഗ. Sx ഒമേഗയുടെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ആട്ടോ കോറിലേഷൻ. അപ്പൊ എന്താണ്? PSD-യും ആട്ടോ കോറിലേഷനും ഫൊറിയർ ട്രാൻസ്ഫോം പെയേഴ്സ് ആണ്. അടുത്തത്, ദി PSD ഓഫ് എ റിയൽ പ്രോസസ് X of t ഈസ് റിയൽ, നോൺ നെഗറ്റീവ് ആൻഡ് ഈവൻ. ഒരു റിയൽ പ്രോസസ് X of tയുടെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും, നോൺ നെഗറ്റീവ് ആയിരിക്കും, ഈവൻ ഫംഗ്ഷനും ആയിരിക്കും.
അടുത്തത് ഫോർ എ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന റാൻഡം പ്രോസസിന്റെ എക്സ്പെക്ടഡ് പവർ കണ്ടെയ്ൻഡ് ഇൻ ദ ഫ്രീക്വൻസി ബാൻഡ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ക്യാൻ ബി കമ്പ്യൂട്ടഡ് ആസ്. അതായത് ഒരു ഫ്രീക്വൻസി ബാൻഡ് ആണ്, ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയ്ക്കുള്ള ഒരു ഫ്രീക്വൻസി ബാൻഡ്. അതിൽ വരുന്ന എക്സ്പെക്ടഡ് പവർ ഓഫ് എ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 1/2π ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ എസ് എക്സ് ഒമേഗ ഡി ഒമേഗ. അതായത് ഇൻ പർട്ടിക്കുലർ ടോട്ടൽ എക്സ്പെക്ടഡ് പവർ എന്ന് പറയുന്നത് 1/2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് എക്സ് ഒമേഗ ഡി ഒമേഗയാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദി ആട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് എ WS പ്രോസസ് എക്സ് ഓഫ് ടി ഈസ് ഗിവൺ. RX ടോ നമുക്ക് അറിയാം. എന്താണ് RX ടോ? RX ടോ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് ടോ where alpha greater than 0. എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആൻഡ് ആവറേജ് പവർ ഓഫ് ദി പ്രോസസ്. ആദ്യം നമുക്ക് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. അതായത് എസ് എക്സ് ഒമേഗ. എന്താണ് എസ് എക്സ് ഒമേഗയുടെ ഫോർമുല? RX ടോ ഉണ്ടെങ്കിൽ എസ് എക്സ് ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി RX ടോ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ഇതാണ് ഫോർമുല. അതായത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്താണ് RX ടോ? ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് ടോയാണ്. ഇനി എന്താണ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടോ? ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ പോലെയല്ലേ? ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടോ എന്താണ്? കോസ് ഒമേഗ ടോ മൈനസ് ഐ സൈൻ ഒമേഗ ടോ അല്ലേ, ഇൻറ്റു ഡി ടോ. ഇങ്ങനെയാണല്ലോ. ഒന്ന് ബ്രാക്കറ്റ് മാറ്റി എഴുതാം. അപ്പൊ രണ്ട് ഇന്റഗ്രേഷൻ ആയിട്ട് കിട്ടും. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് ടോ കോസ് ഒമേഗ ടോ ഡി ടോ ഒരു ഇന്റഗ്രേഷൻ മൈനസ് ഐ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് ടോ സൈൻ ഒമേഗ ടോ ഡി ടോ. ഇങ്ങനെയല്ലേ? നമുക്ക് രണ്ട് ഇന്റഗ്രേഷൻ ആയിട്ട് മാറ്റി എഴുതാം. ഈ ബ്രാക്കറ്റ് മാറ്റിയിട്ട് രണ്ട് ഇന്റഗ്രേഷൻ ആയിട്ട് എഴുതുമ്പോഴത്തേക്ക് എന്ത് വന്നു? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് ടോ കോസ് ഒമേഗ ടോ ഡി ടോ മൈനസ് ഐ എടുത്തിട്ട് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് ടോ സൈൻ ഒമേഗ ടോ ഡി ടോ. ഇനി എന്താണ് നമുക്കിവിടെ ഒരു കാര്യം കൂടെ, നമുക്കിവിടെ ഇത് മാറ്റുന്നതിന് മുമ്പേ ഇത് മതി. RX ടോ എന്നിട്ട് തന്നെ ചെയ്യാം. തൽക്കാലം ഇത് എഴുതണ്ട. ഇവിടെ എന്താണ്? RX ടോ ആണ്. RX ടോ ഇതെന്താണ്? RX ടോ ഇത് RX ടോ ഇങ്ങനെ ഇരിക്കട്ടെ. ഈ RX ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. അതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. ആട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്താണ്? ഇതാണ് ഈവൻ വരുന്നത്. അതായത് RX ടോ ഈവൻ ആണ്, കോസ് ഒമേഗ ടോയും ഈവൻ ആണ്. അപ്പൊ ആദ്യത്തെ ഇന്റഗ്രൽ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ ഇന്റഗ്രൽ എന്താണ്? ഈ RX ടോ ഈവൻ ആണ്, പക്ഷെ സൈൻ ഒമേഗ ടോ ഓഡ് ആണ്. അപ്പൊ ഈ രണ്ടാമത്തത് ഓഡ് ഫംഗ്ഷൻ ആണ്. എന്താണ് ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ? 0 ആണ്. ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ 0 ആണ്. ഈവൻ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്താണ്? 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. അതായത് 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി RX ടോ കോസ് ഒമേഗ ടോ ഡി ടോ. ഇങ്ങനെ എഴുതാലോ. ഇങ്ങനെ എഴുതാൻ വേണ്ടിയാണ് RX ടോ തന്നെ അവിടെ ഇടുന്നത്. ഇനി നമുക്ക് RX ടോയുടെ വാല്യൂ കൊടുക്കാം. RX ടോ എന്താണ്? ഇതല്ലേ? അതായത് 2 ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി RX ടോ എന്താണ്? ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് ടോ കോസ് ഒമേഗ ടോ ഡി ടോ. ഇതല്ലേ? നമ്മൾ RX ടോയ്ക്ക് വാല്യൂ കൊടുത്തു. ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് ടോ. ഇപ്പൊ ഇവിടെ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി അല്ലേ ഉള്ളൂ. അതായത് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ.
പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂവെങ്കിൽ പിന്നെ മോഡിന്റെ ആവശ്യമുണ്ടോ? വെറും ടോ പോലെ. അപ്പൊ എന്തായി? 2 ടൈംസ് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ആൽഫ ടോ കോസ് ഒമേഗ ടോ ഡി ടോ. ഇതല്ലേ? ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഇതിന്റെ ഫോർമുലയാണ് ഇനി നമുക്ക് ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് ആൽഫ ടോ കോസ് ഒമേഗ ടോ ഡി ടോ കണ്ടുപിടിക്കണം. ഇതെന്തുപോലെയാണ്? ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ് പോലെയല്ലേ? അതിന്റെ ഫോർമുലയാണ് ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. അങ്ങനെ ഇത് എങ്ങനെ എഴുതാം? ഒരു 2 ഉണ്ട്, ഇ റൈസ് ടുവിനെ അതേപോലെ എഴുതിയിട്ട് ബൈ ടോയ്ക്കാണേ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ടോയുടെ കൂടെ വരുന്നത് മൈനസ് ആൽഫയുടെ സ്ക്വയർ ആൽഫ സ്ക്വയർ പ്ലസ് ടോയുടെ കൂടെ വരുന്നത് ഒമേഗയുടെ സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഇനി എന്താണ്? മൈനസ് ആൽഫ കോസ് ഒമേഗ ടോ മൈനസ് ആൽഫ കോസ് ഒമേഗ ടോ കോസ് ആയതുകൊണ്ട് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ ടോ. ഇതല്ലേ? ഇങ്ങനെ വന്നു. നമ്മൾ ആ ഫോർമുല കൊടുത്തതാണ്. അപ്പൊ ഇ റൈസ് ടു ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, പിന്നെന്താണ്? മൈനസ് ആൽഫ കോസ് ഒമേഗ ടോ പ്ലസ് ഒമേഗ സൈൻ ഒമേഗ ടോ. ലിമിറ്റ് എന്താണ്? 0 to ഇൻഫിനിറ്റി. നമ്മൾ ഇനി ലിമിറ്റ് കൊടുക്കാൻ പോവുകയാണ് 2 ടൈംസ്. നമ്മൾ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താണ്? 0 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന ടേം അവിടെ ഇല്ല, 0. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? മൈനസ് ആണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇ റൈസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ്. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 1 ബൈ ഇൻഫിനിറ്റി 0 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ 0 ആണ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ മൈനസ് ആണ്. ഇ റൈസ് ടു 0 1 അല്ലേ? 1 ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനി എന്താണ്? ഇവിടെ 0 കൊടുക്കുമ്പോൾ കോസ് 0 1, അപ്പൊ മൈനസ് ആൽഫ സൈൻ 0 0. അപ്പൊ പിന്നെ അവിടെ ഇല്ലല്ലോ, ഇത്രയും കൂടെ വന്നു. ഇതെന്താണ്? പ്ലസ് ആയി 2 ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി. ഇതെന്താണ് കിട്ടിയത്? എസ് എക്സ് ഒമേഗയാണ് കിട്ടിയത്. ആട്ടോ കോറിലേഷൻ ഉണ്ടായിരുന്നു, നമുക്ക് എസ് എക്സ് ഒമേഗ കിട്ടി. എസ് എക്സ് ഒമേഗ എന്താണ്? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. ഇ റൈസ് ടു മൈനസ് ആൽഫ മോൾ ടോ എന്ന് പറയുന്ന ആട്ടോ കോറിലേഷന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയാണ് എസ് എക്സ് ഒമേഗ. എന്താണ് കിട്ടിയത്? 2 ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിന് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ നിന്നാണ് നമുക്ക് ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയിൽ നിന്നും ആവറേജ് പവർ കണ്ടുപിടിക്കണം. അതും കൂടി ചെയ്യാം. നമുക്ക് എസ് എക്സ് ഒമേഗ കിട്ടിക്കഴിഞ്ഞു, 2 ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനി എന്ത് വേണം? ആവറേജ് പവർ ഓഫ് ദ പ്രോസസ്. എന്താണ് ആവറേജ് പവർ ഓഫ് ദ പ്രോസസ്? ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല പി എക്സ് ഈക്വൽ ടു ആണ്. പി എക്സ് ആവറേജ് പവർ പി എക്സ് ഈക്വൽ ടു ഫോർമുലയാണ് 1 ബൈ 2 പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് എക്സ് ഒമേഗ ഡി ഒമേഗ. ഇതാണ് ഫോർമുല. അതായത് 1 ബൈ 2 പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. എന്താണ് എസ് എക്സ് ഒമേഗ? ഇതാ കിടക്കുന്നുണ്ട് 2 ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ. 2 വെട്ടിക്കളയാം. അപ്പൊ എന്താണ്? ഒരു 1 ബൈ പൈ ഉണ്ട്. എന്താണ് ഇന്റഗ്രൽ ഓഫ് ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ എന്ന് പറയുന്നത്? ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ ആൽഫയാണ്. ടാൻ ഇൻവേഴ്സ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ അല്ലേ കണ്ടുപിടിക്കുന്നത്? ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ ആൽഫ. ആൽഫ കോൺസ്റ്റന്റ് ആണ്. ലിമിറ്റ് എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇന്റഗ്രൽ ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ ആൽഫയാണ്. ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. നമുക്ക് ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 1 ബൈ പൈ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി അല്ലേ? അതായത് 1 ബൈ പൈ ഇൻറ്റു ടാനിന് എപ്പോഴാണ് ഇൻഫിനിറ്റി വരുന്നത്? പൈ ബൈ 2. ടാനിന് എപ്പോഴാണ് മൈനസ് ഇൻഫിനിറ്റി വരുന്നത്? മൈനസ് പൈ ബൈ 2.
അപ്പൊ എന്ത് വരും 1/π ഇൻറ്റു π/2 പ്ലസ് π/2 പൈ അല്ലേ, നമുക്ക് 1 എന്ന് കിട്ടും. ഇതെന്താണ് കിട്ടിയത്? ആവറേജ് പവർ പി എക്സ് ആണ്. ആവറേജ് പവർ പി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഫോർമുലയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ ആവറേജ് പവർ പി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Rx(0) അല്ലേ? Rx(0) ആണ്. Rx ടോ എന്താണ്? അവിടെ ടോയ്ക്ക് 0 കൊടുത്താൽ പോരെ. Rx ടോ എന്ന് പറയുന്നത് e⁻⁻α മോഡ് ടോ എന്നാണ്. പുട്ട് ടോ ഈക്വൽ ടു 0. ടോയ്ക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? e⁻⁻0 എന്നല്ലേ, അതായത് 1 തന്നെ കിട്ടും. കണ്ടോ? ഇങ്ങനെയും ചെയ്യാം. അപ്പൊ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കണ്ടുപിടിച്ചിട്ട് ആവറേജ് പവർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇതുപോലെ ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്? ഇങ്ങനെയും ചെയ്യാം. ആട്ടോ കോറിന് നേരിട്ട് പവർ പി എക്സ് കണ്ടുപിടിക്കാം. Rx(0) ആണ് പി എക്സ്, അതായത് ആവറേജ് പവർ. ഓക്കെ, നോട്ടായിട്ട് സിൻസ് ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഒക്യുർ ഇൻ പെയേഴ്സ്. ഫോറിയർ ട്രാൻസ്ഫോമും ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമും പെയേഴ്സ് ആയിട്ടല്ലേ ഒക്യുർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് Rx ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് എസ് എക്സ് ഒമേഗ അല്ലേ. എസ് എക്സ് ഒമേഗ ഈസ് എഫ് ഓഫ് Rx ടോ ആൻഡ് Rx ടോ ഈസ് എഫ് ഇൻവേഴ്സ് ഓഫ് എസ് എക്സ് ഒമേഗ. അതായത് Rx ടോയും എസ് എക്സ് ഒമേഗയും ഫോറിയർ ട്രാൻസ്ഫോം പെയേഴ്സ് ആണ്. ഇതിന്റെ ഫോർമുല എന്താണ്? 1/2π ഇന്റഗ്രൽ -∞ to ∞ എസ് എക്സ് ഒമേഗ e⁻⁻ ടോ ഡി ഒമേഗ. ഇപ്പൊ ചെയ്തില്ലേ ക്വസ്റ്റ്യൻ? അവിടത്തെ എസ് എക്സ് ഒമേഗ എന്താണ്? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി 2α/α² പ്ലസ് ω² അല്ലേ. എന്തായിരുന്നു ആട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ? Rx ടോ e⁻⁻α മോഡ് ടോ ആയിരുന്നല്ലോ അല്ലേ. ഇവിടെ തിരിച്ചു കണ്ടുപിടിക്കുകയാണ്. 1/2π ഇന്റഗ്രൽ -∞ to ∞. ഇപ്പൊ കിട്ടിയ എസ് എക്സ് ഒമേഗയാണ് 2α/α² പ്ലസ് ω² e⁻⁻ ടോ ഡി ഒമേഗ. ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വളരെ പാടാണ്. നമുക്ക് കോംപ്ലക്സ് ഇന്റഗ്രേഷന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്കിത് ഫോറിയർ ട്രാൻസ്ഫോം പെയേഴ്സ് ആയിട്ടൊന്ന് ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഇതിന്റെ ആൻസർ എന്താണ് കിട്ടേണ്ടത്? e⁻⁻α മോഡ് ടോ എന്നാണ് കിട്ടേണ്ടത്. അപ്പൊ എന്ത് പറഞ്ഞു ആദ്യം വെച്ചിരിക്കുക? ആട്ടോ കോറിലേഷൻ e⁻⁻α മോഡ് ടോ ആണെങ്കിൽ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്താണ്? 2α/α² പ്ലസ് ω² ആണ്. അതുപോലെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2α/α² പ്ലസ് ω² ആണെങ്കിൽ ആട്ടോ കോറിലേഷൻ എന്താണ്? e⁻⁻α മോഡ് ടോ ആണ്. ഇങ്ങനെ ഒരു റിസൾട്ട് ഓർത്തിരുന്നാൽ അതായിരിക്കും നല്ലത്. ഓക്കെ.